കൊച്ചിയിൽ കർഷകർക്ക് വേണ്ടി കർഷകന്റെ നിരാഹാര സമരം 2 ദിവസമായി ഗാന്ധിനഗറിലെ സപ്ലൈകോ ആസ്ഥാനത്തിന് മുന്നിലാണ് സജി എം എബ്രഹാം നിരാഹാരം കിടക്കുന്നത്. ആർപ്പൂക്കര ആര്യാട്ടിഴം പാടശേഖരത്തെ കർഷകർക്ക് സംഭരിച്ച നെല്ലിന്റെ വില നൽകാത്തതിലാണ് പ്രതിഷേധം. 4 മാസമായി സംഭരിച്ച നെല്ലിന്റെ പണം ലഭിക്കുന്നില്ല എന്ന് സജി എബ്രഹാം പറയുന്നു. പാടത്ത് മരമ്പത്തും പണിയെടുത്തുണ്ടാക്കിയ നെല്ല് സപ്ലൈകോയ്ക്ക് കൊടുത്തിട്ട് ഇപ്പം 4 മാസമായിട്ടും കർഷകന് കാശ് കിട്ടുന്നില്ല. കർഷകൻ പട്ടിപ്പലിശക്കാരിൽ നിന്നും ബ്ലേഡുകാരിൽ നിന്നും ബാങ്കിൽ നിന്നുമൊക്കെ ലോൺ എടുത്തും സ്വർണം പണയം വെച്ചുമാണ് കൃഷി ഇറക്കിയത്. അവൻ അടുത്ത കൃഷി ഇറക്കുവാൻ തയ്യാറാകുവാണ്. ഇപ്പോൾ പാടങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആയതിനാൽ എത്രയും പെട്ടെന്ന് കേരളത്തിലെ മുഴുവൻ കർഷകർക്കും സപ്ലൈകോ സംഭരിച്ച നെല്ലിൻ്റെ പൈസ കൊടുക്കണമെന്നുള്ള ആവശ്യപ്പെട്ടാണ് ഞാനിവിടെ നിരാഹാരം അനുഷ്ഠിക്കുന്നത്. വിവരങ്ങളുമായി സഹിൻ ആന്റണി നമുക്കൊപ്പം ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. സഹിൻ, കർഷകരുടെ ആകെ അവസ്ഥയാണ്, പ്രത്യേകിച്ച് കുട്ടനാട്ടിൽ ഉൾപ്പെടെ കർഷകർ പരസ്യമായ സമരത്തിലേക്ക് ഇറങ്ങുന്നത് നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ സപ്ലൈകോ ഓഫീസിന് മുന്നിൽ 2 ദിവസമായി ഒരു മനുഷ്യൻ നിരാഹാരം കിടക്കുകയാണ്. സംഭരിച്ച നെല്ല് സംഭരണം തന്നെ പലപ്പോഴും പാളുന്നു എന്ന പരാതികളുണ്ട്. അതിനിടയിലാണ് സംഭരിച്ച നെല്ലിന്റെ പണം പോലും ലഭിക്കാത്ത അവസ്ഥ. തീർച്ചയായിട്ടും ബില്ല, ഈ കർഷകൻ്റെ സമരം എന്ന് പറയുന്നത് തൻ്റെ കൂടെ ഉള്ള മറ്റ് കർഷകർക്ക് വേണ്ടി കൂടിയാണ്. ആർപ്പൂക്കര ആര്യാട്ടിഴത്തെ പാടശേഖരത്തെ കർഷകരാണ് ഈ ഇത്തരത്തിൽ പണം കിട്ടാതെ, സപ്ലൈകോയിൽ നിന്നും സംഭരിച്ച നെല്ലിൻ്റെ പണം കിട്ടാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് ഈ കർഷകൻ ഇപ്പോൾ സമരവുമായി എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി ഈ മഴയും വെയിലും എല്ലാം കൊണ്ട് അദ്ദേഹം സപ്ലൈകോ ഓഫീസിന് മുന്നിൽ സമരം ചെയ്യുകയാണ്. ഇന്നും അദ്ദേഹത്തിൻ്റെ സമരം തുടരുന്നു എന്നുള്ളതാണ്. എന്നാലും അധികാരികൾ ആരും തന്നെ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. കർഷകർ നെല്ല് സംഭരിച്ചു, പക്ഷെ അതിനുള്ള പണം നൽകാതെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചാൽ സ്വാഭാവികമായും കർഷകർ അവരുടെ കൃഷി ഉപേക്ഷിച്ചു പോകേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തുമില്ല.